വഖഫ് പ്രതിഷേധത്തിലെ നായകർ ഹസൻ നസറുള്ളയും ഇസ്മായിൽ ഹനിയയും. ലക്നൌവിൽ നടന്ന വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭത്തിലാണ് കൊടും ഭീകരവാദികളായ ഇസ്രായേലിനാൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും തീവ്രവാദി നേതാക്കളുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് പ്രക്ഷോഭകർ മുദ്രാവാക്യം മുഴക്കിയത്. ഇതൊരു സൂചനയാണ്. രാജ്യത്തുടനീളം വഖഫ് പ്രതിഷേധത്തിന്റെ മറവിൽ വലിയ കലാപങ്ങൾ സൃഷ്ടിക്കാനും തീവ്രവാദ ആക്രമണങ്ങൾ നടത്താനുമുള്ള നീക്കത്തിന്റെ വലിയൊരു തുടക്കമാണ് ലക്നൌവിൽ കാണുന്നത്. ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും മറ്റ് മുസ്ലിം സംഘടനകളും അവരുടെ പ്രധാനപ്പെട്ട നേതാവായി കാണുന്നത് ഇസ്മായിൽ ഹനിയയും ഹസൻ നസറുള്ളയുമാണ് എന്നുള്ളതാണ്. ലോകത്തിലെ കൊടും ഭീകരവാദികളായ രണ്ട് നേതാക്കളെ ആരാധിക്കുന്ന ആളുകളാണ് രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയ രാഷ്ട്രപതി ഒപ്പുവെച്ച ഒരു നിയമ ഭേദഗതിക്കെതിരെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത്. ലക്നൗ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേശീയ അന്വേഷണ ഏജൻസികൾ, ദേശീയ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ തന്നെ ഈ പ്രക്ഷോഭത്തിന് പിന്നിലെ ആളുകളെ കുറിച്ചുള്ള അന്വേഷണം അതിവേഗം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, അസം, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. ഒരു കലാപത്തിലേക്ക് നീങ്ങുമായിരുന്ന സാഹചര്യത്തിൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു രണ്ട് സംസ്ഥാനങ്ങളിലും. കേന്ദ്രസേന ഇറങ്ങി. എന്നാൽ ഇന്ന് ലക്നൌവിൽ നടന്ന ആ പ്രക്ഷോഭം അക്ഷരാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യയുടെ ഭരണകൂടം നോക്കിക്കാണുന്നത്. എന്തെന്ന് വെച്ചാൽ ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ചില ബാനറുകൾ പിടിച്ചിരുന്നു. ആ ബാനറുകളിൽ രണ്ട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത് ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന കൊല്ലപ്പെട്ട ഹസൻ നസറുള്ള, മറ്റൊരാൾ ഹമാസിന്റെ നേതാവായിരുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയ, അതുപോലെ ചില കൊടും തീവ്രവാദി നേതാക്കൾ. അപ്പോൾ ലോകത്തെ തന്നെ പല രാജ്യങ്ങളും നിരോധിച്ച, ലോകത്തെ തന്നെ സമാധാനം കെടുത്തുന്ന ഇസ്ലാമിക ഭീകരവാദികളെ ആരാധിക്കുന്ന അവരുടെ ചിത്രങ്ങളുമായി ഇന്ത്യയിലെ ഒരു നിയമത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന ഈ മുസ്ലിം സംഘടനകളുടെ, ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ അടക്കമുള്ള അജണ്ട എന്താണ് എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ്. രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുക, രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ ഹസൻ നസറുള്ളയ്ക്കും ഇസ്മായിൽ ഹനിയയ്ക്കും ഇന്ത്യയിലെ വഖഫ് ഭേദഗതി പ്രക്ഷോഭത്തിൽ എന്താണ് പങ്ക്? ഇന്ത്യയിലെ വഖഫ് ഭേദഗതി പ്രക്ഷോഭവുമായി ഈ കൊടും കുറ്റവാളികൾക്ക്, കൊടും തീവ്രവാദികൾക്ക് എന്താണ് ബന്ധം? ആ ബന്ധം ഓരോന്നായി മറനീക്കി പുറത്തു വരികയാണ്. ഇന്ത്യയിൽ കലാപത്തിന് ഹമാസിന്റെ ഭീകരന്മാരെ പാകിസ്ഥാൻ കശ്മീർ വഴി റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ്. ജമ്മു കശ്മീരിൽ, പാക് ഒക്യുപ്പൈഡ് കശ്മീരിൽ നടന്ന സോൾഡാരിറ്റി കശ്മീർ എന്ന പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ സ്പോൺസർ ചെയ്ത പരിപാടി, ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും വർഷാവർഷം നടത്തുന്ന പരിപാടിയിൽ ഇത്തവണ അതിഥികളായി എത്തിയത് ഹമാസിന്റെ കൊടും ഭീകരന്മാരാണ്. ഇത് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. അതിന് പിന്നാലെ ഇസ്രായേൽ എന്ന രാജ്യം വളരെ ശക്തമായൊരു മുന്നറിയിപ്പ് ഇന്ത്യക്ക് നൽകി. മറ്റൊന്നുമായിരുന്നില്ല, ഹമാസിന്റെ ഭീകരവാദികൾ കശ്മീരിൽ തന്നെയുണ്ട്, പാക് അധീന കശ്മീരിലുണ്ട്. അവർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അവർ ജമ്മു കശ്മീർ അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യ സാങ്കേതികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലാത്തൊരു സംഘടനയാണ് ഹമാസ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇന്ത്യയിലെ ഏതെങ്കിലും ഭാഗത്തെത്തിയാൽ പെട്ടെന്നൊന്നും ഇന്ത്യക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കരുതലോടെ ഇരിക്കുക. ഹമാസിന്റെ ഭീകരന്മാർ അവരുടെ അടുത്ത താവളമായി കാണുന്നത് ഇന്ത്യയാണ്. പാകിസ്ഥാന് നേരിട്ട് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പാകിസ്ഥാനിലെ ലഷ്കർ ഇ തൊയ്ബയും അതുപോലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ ഭീകരന്മാരെ ജമ്മു കശ്മീർ താഴ്വരയിലിട്ട് ഇന്ത്യൻ സൈന്യം നിരത്തി വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹമാസിന്റെ സഹായം തേടിയിരിക്കുന്നു. ഹമാസിനാകട്ടെ ഇന്ത്യയോട് വലിയൊരു പ്രതികാരമുണ്ട്. കാരണം ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രായേലിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു. അന്ന് ഇന്ത്യ പറഞ്ഞത്, ഞങ്ങൾ ഭീകരവാദത്തിനെതിരാണ്, ഇസ്രായേലിന്റെ യുദ്ധം ഭീകരവാദത്തിനെതിരായത് കൊണ്ട് തന്നെ ഞങ്ങൾ അതിനൊപ്പമാണ്, ഞങ്ങൾ ഭീകരവാദത്തിനെതിരാണെന്ന വളരെ ശക്തമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. ആ നിലപാടിന് വലിയ ആഗോള പിന്തുണയും ലഭിച്ചു. അപ്പോൾ ഇന്ത്യ ഹമാസ് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു.
ഹമാസ് ആകട്ടെ തീവ്രവാദ നിലപാട് മുറുകെ പിടിക്കുന്നു. പാകിസ്ഥാനാകട്ടെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ ഒരു അശാന്തി സൃഷ്ടിക്കണം. അതിന് കിട്ടിയ അവസരത്തിൽ ഹമാസിനെ ഇന്ത്യൻ അതിർത്തി കടത്തിവിടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. ഇത് ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസികൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതിനിടയിലാണ് ലക്നൌവിൽ വഖഫ് നിയമ ഭേദഗതി പ്രക്ഷോഭത്തിന്റെ മറവിൽ കൊല്ലപ്പെട്ട ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരുടെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. ഇത് ലക്നൌവിൽ മാത്രമല്ല, നാളെ ഇന്ത്യയിൽ പല ഭാഗങ്ങളും നടക്കാം. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പിന്നാലെ നടന്ന വലിയ കലാപത്തിന് സമാനമായ കലാപം രാജ്യത്ത് നടത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. മുസ്ലിം സംഘടനകൾ, തീവ്ര മുസ്ലിം സംഘടനകളുമായി ചേർന്ന് രാജ്യത്ത് വലിയ അശാന്തി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നു. ഏറ്റവും പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്, വഖഫ് നിയമ ഭേദഗതി വിരുദ്ധ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും മറ്റ് മുസ്ലിം സംഘടനകളും അവരുടെ പ്രധാനപ്പെട്ട നേതാവായി കാണുന്നത് ഇസ്മായിൽ ഖനിയെയും ഹസൻ നസറുള്ളയുമാണ് എന്നുള്ളതാണ്. ലോകത്തിലെ കൊടും ഭീകരവാദികളായ രണ്ട് നേതാക്കളെ ആരാധിക്കുന്ന ആളുകളാണ് രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയ രാഷ്ട്രപതി ഒപ്പുവെച്ച ഒരു നിയമ ഭേദഗതിക്കെതിരെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത്. ലക്നൗ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേശീയ അന്വേഷണ ഏജൻസികൾ, ദേശീയ ഇന്റലിജൻസ് ഏജൻസികളൊക്കെ തന്നെ ഈ പ്രക്ഷോഭത്തിന് പിന്നിലെ ആളുകളെ കുറിച്ചുള്ള അന്വേഷണം അതിവേഗം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, അസം, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. ഒരു കലാപത്തിലേക്ക് നീങ്ങുമായിരുന്ന സാഹചര്യത്തിൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു രണ്ട് സംസ്ഥാനങ്ങളിലും. കേന്ദ്രസേന ഇറങ്ങി. എന്നാൽ ഇന്ന് ലക്നൌവിൽ നടന്ന ആ പ്രക്ഷോഭം അക്ഷരാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇന്ത്യയുടെ ഭരണകൂടം നോക്കിക്കാണുന്നത്. എന്തെന്ന് വെച്ചാൽ, ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ചില ബാനറുകൾ പിടിച്ചിരുന്നു. ആ ബാനറുകളിൽ രണ്ട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നത് ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന കൊല്ലപ്പെട്ട ഹസൻ നസറുള്ള. ഇപ്പോൾ ഇതാ കൊടും ഭീകരന്മാരുടെ ചിത്രങ്ങൾ പിടിച്ചുകൊണ്ടാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം സംഘടനകൾ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ഇന്ത്യയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ത് നിയമമാണെന്ന് വ്യക്തമാക്കണം. 2048 ആവുമ്പോഴേക്കും ഇന്ത്യയുടെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിൽ മതഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യമിട്ടതെങ്കിൽ, പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ അതേ അജണ്ട ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം സംഘടനകൾ ഈ വഖഫ് നിയമ ഭേദഗതി പ്രക്ഷോഭവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവരുടെ റോൾ മോഡൽ ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരാണ്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും കൊല്ലപ്പെട്ട കൊടും ഭീകരന്മാരാണ് ഇവരുടെ നേതാക്കന്മാർ. അവരുടെ ചിത്രവും ഏന്തിക്കൊണ്ടാണ് ഈ ആന്റി വഖഫ് അമെൻമെന്റ് പ്രക്ഷോഭം അവർ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യയാണ്. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരെ ഒരു വാക്കുയർത്തിയാൽ അടുത്ത നിമിഷം തൂക്കി അകത്തിടും. പിന്നെ പുറം ലോകം കാണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോപ്പുലർ ഫ്രണ്ടിന്റെ പല നേതാക്കന്മാർക്കും ആ അനുഭവമുണ്ട്. ഇരുമ്പഴിക്കുള്ളിൽ ഇരുട്ടറകളിൽ പതിറ്റാണ്ടുകളോളം കിടക്കേണ്ടി വരും. പിന്നീട് പുറം ലോകമോ വെളിച്ചമോ വായുവോ കിട്ടില്ല എന്നുള്ളതാണ് അവരുടെ അനുഭവം. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുകയാണ് ഇന്ത്യൻ ഭരണകൂടം.